73ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലെവിടെയും മാലിന്യങ്ങൾ വലിച്ചെറിയേണ്ട. മാലിന്യം നിക്ഷേപിക്കാൻ ഓലക്കുട്ടകൾ വേദികൾക്ക് സമീപമുണ്ടാകും. കൂട്ടനിർമ്മാണത്തിൽ വിദഗ്ധനായ കുഞ്ഞിക്കണ്ണൻ പൂക്കുന്നത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസിയായ ഏലിയാമ്മ അമ്മച്ചി, ഹരിതകർമ്മസേന അംഗങ്ങൾ, മാലക്കല്ല്, കള്ളാർ സ്കൂളുകളിലെ PTA അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്നാണ് കലോത്സവത്തിന് ആവശ്യമായ ഓലക്കുട്ടകൾ തയ്യാറാക്കി നൽകിയത്. ഓലക്കുട്ട നിർമ്മാണത്തിൽ പരിചയസമ്പന്നയായ ഏലിയാമ്മ അമ്മച്ചി മുന്നിൽ നിന്ന് ഓലക്കുട്ടകൾ നിർമ്മിച്ചു. ഏറെ ചുറുചുറുക്കോടെ കൂട്ടനിർമ്മാണത്തിൽ പങ്കാളിയായ ഏലിയാമ്മ അമ്മച്ചിയെ അഭിനന്ദിക്കാനും ആരും മറന്നില്ല. നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം മലയോര മേഖലയിലെത്തുന്ന കലാമാമാങ്കത്തെ ആഘോഷമാക്കാനൊരുങ്ങുകയാണ് നാട് ഒന്നടങ്കം. നമ്മുടെ 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓല കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പല വലിപ്പത്തിലുള്ള സാധനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ളത്, നീളത്തിലെ പെട്ടി കണക്ക് ഉണ്ട്, നമ്മൾ കുട്ടവഞ്ചി കണക്കത്തെ സാധനമുണ്ട്. അത്യാവശ്യം നമ്മളെ വേസ്റ്റുകൾ എങ്ങനെ നിക്ഷേപിക്കാം, പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ നിക്ഷേപിക്കാം, മാക്സിമം ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം എങ്ങനെ നമുക്ക് പരിപാടി നടത്താമെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹരിതചട്ടത്തിന്റെ ഭാഗമായി ഓലക്കുട്ടകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നാടൊന്നാകെ അത് ഏറ്റെടുക്കുകയായിരുന്നു. കലോത്സവത്തിനെത്തുന്ന കൗമാര പ്രതിഭകൾക്ക് പരിസ്ഥിതി സൗഹൃദ സന്ദേശം നൽകാൻ 50ലധികം ഓലക്കുട്ടകളാണ് കലോത്സവ നഗരിയിൽ എത്തിച്ചത്. കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണനാണ് കുട്ടനിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ C കൃഷ്ണകുമാർ, വാർഡ് മെമ്പർമാരായ മിനി ഫിലിപ്പ്, ഗീത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം.